ഐഡിയ. ഇനി അടുത്തത് ഇത് ആർട്ടിക്കിൾ 14 ആയിരുന്നു നമ്മൾ ബേസ് ഐഡിയ പറഞ്ഞത്. ഇനി ആർട്ടിക്കിൾ 15 നോക്കിയേ. ഇവിടെ ഡിസ്ക്രിമിനേഷനെ കുറിച്ചാണ് പറയുന്നത്. സ്റ്റേറ്റ് ഷാൾ നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് എനി സിറ്റിസൺ ഓൺ ഗ്രൗണ്ട്സ് ഓൺലി ഓൺ റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്. അതായത് ഈ 5 കണ്ടീഷന്റെ ബേസിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഡിസ്ക്രിമിനേഷൻ പാടില്ല. റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിനകത്തൊന്നും വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ 5 കണ്ടീഷൻസ് എന്ത് ചെയ്യും UPSC ചോദിക്കാറുണ്ട്. ഏതൊക്കെ കണ്ടീഷനിലാണ് ഡിസ്ക്രിമിനേഷൻ പാടില്ലാത്തത്? ഇവിടെ പ്രത്യേകം ഓർത്തിരിക്കുക, ദ വേർഡ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഒൺലി. ഇവിടെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല ആൻഡ് ഒൺലി ഓൺ ദ ഗ്രൗണ്ട് എന്ന് പറഞ്ഞേക്കും. ബാക്കിയുള്ള കണ്ടീഷനിലൊക്കെ ഡിസ്ക്രിമിനേഷൻ ആവാം എന്ന് തന്നെ പറഞ്ഞേക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല? ഈ 5 കണ്ടീഷനിൽ ഡിസ്ക്രിമിനേഷൻ പാടില്ല. റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് എന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഇപ്പം ഇതിനകത്ത് നോക്കിയേ, ഇതിനകത്തെ രണ്ടാമത്തെ പ്രൊവിഷൻ, ഇത് ഫസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കണ്ടിന്യൂവേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നോ പേഴ്സൺ ഷാൾ ബി സബ്ജക്റ്റഡ് ടു ഓർ നോ സിറ്റിസൺ ഷാൾ ബി സബ്ജക്റ്റഡ് ടു എനി ഡിസബിലിറ്റി, ലയബിലിറ്റി, റെസ്ട്രിക്ഷൻ ഓർ കണ്ടീഷൻസ് ഓൺ ഗ്രൗണ്ട്സ് ഓൺലി ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് എക്സെട്ര. അപ്പോൾ ഇവിടെ വരുന്ന സ്റ്റേറ്റ് മാത്രമല്ല, ഒരാളുകൾക്ക് പോലും, അതായത് ഒരാൾക്ക് പോലും ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ആര് പറഞ്ഞേക്കുന്നത്? ആർട്ടിക്കിൾ 15 പറഞ്ഞേക്കുന്നത്. ഡിസ്ക്രിമിനേഷൻ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അല്ലെ ഡിസ്ക്രിമിനേഷനെ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. അല്ലെ ഡിസ്ക്രിമിനേഷൻ ഒരു തരത്തിലും കൊണ്ടുവരാൻ പാടില്ലെന്നാണ് ഇവിടെ നമ്മുടെ ഐഡിയയിൽ പറഞ്ഞേക്കുന്നത്. സ്റ്റേറ്റ് ഷാൾ നോട്ട് ഡിസ്ക്രിമിനേറ്റ്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിന് എന്തുണ്ടാവാൻ പാടില്ല? ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാനും പാടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഈ കൺസെപ്റ്റ് നോക്കിയേ, ഇവിടെ പറഞ്ഞേക്കുന്നത് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്. റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്. ഈ 2 കണ്ടീഷൻസും എന്ത് ചെയ്യുക? 2 സെയിം ആണ്. 2 കണ്ടീഷൻസും കാണാതെ പഠിച്ച് വെച്ചേക്കുക. സ്റ്റേറ്റ് ഷാൾ നോട്ട് ഡിസ്ക്രിമിനേറ്റ്. ഇനി ഇതിനകത്ത് ഈ ആർട്ടിക്കിൾ 15 പറയുന്ന ഇപ്പൊ രണ്ടാമത്തെ പോർഷൻ നമ്മൾ പറഞ്ഞത് നോ സിറ്റിസൺ ഷാൾ ബി ഡിപ്രൈവ്ഡ് എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങി. അല്ലെങ്കിൽ സിറ്റിസൺസിനെ കൊടുക്കാൻ, അല്ലെങ്കിൽ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അവർക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. അതിന്റെ റീസൺ പറയുന്നത് ആക്സസ് ടു ഷോപ്സ്, പബ്ലിക് റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടൽസ് ആൻഡ് പ്ലേസസ് ഓഫ് പബ്ലിക് എന്റർടൈൻമെന്റ് or the use of wells, tanks, bathing huts, road, places and public resort maintained wholly or partly by state funds or dedicated to the use of general public. Private also, private include ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് പബ്ലിക് യൂസിന് വേണ്ടി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു തിയേറ്ററിൽ കയറുവാണ് വിചാരിക്കുക, അതൊരു പബ്ലിക് സ്പേസ് ആണ്, അല്ലെങ്കിൽ പബ്ലിക്കിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ആണ്. അവിടെ ഞാൻ പോകുമ്പോൾ തിയേറ്റർ ഓണേഴ്സ് പറയുവാണ്, പബ്ലിക്കലി പ്രൈവറ്റ്ലി ഓൺഡ് ആണെന്നുണ്ടെങ്കിലും പബ്ലിക്കിന്റെ യൂസിന് വേണ്ടി വെച്ചേക്കുന്നതാണ്. അവിടെ പോകുമ്പോൾ എന്നോട് ഗവൺമെൻറ് അല്ലെങ്കിൽ ആ പ്രൈവറ്റ് ഓണേഴ്സ് പറയുവാണ് കയറരുത്. എന്തുകൊണ്ടാണ്? എൻ്റെ റിലീജിയൻ ആർക്ക് പ്രശ്നമാണ്? ആ തിയേറ്റർ ഉടമയ്ക്ക് പ്രശ്നമാണ്. ആ റിലീജിയൻ ഉള്ളവരെ കേട്ടണ്ട എന്നാണ് ആരുടെ തീരുമാനം? ആ തിയേറ്റർ ഉടമയുടെ തീരുമാനം. അതെന്താണ്? നല്ലതാണോ? ഡിസ്ക്രിമിനേഷൻ അല്ലേ? അതുപോലും പാടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് സ്റ്റേറ്റ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഇവിടുത്തെ ഡിസ്ക്രിമിനേഷൻ്റെ കൂട്ടത്തിൽ എന്തുകൊണ്ട് ഇറ്റ് ഈസ് ഓൾസോ അബൌട്ട് understanding that every public offices or public regions അല്ലെ പബ്ലിക് സെക്ഷൻ ഷുഡ് ബി ഓപ്പൺ ടു ഓൾ. ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല? എവിടെയും ഒരു കണ്ടീഷനിലും ഡിസ്ക്രിമിനേഷൻ പാടില്ല. അതൊരു പബ്ലിക് ഓഫീസ്, ചിലപ്പോൾ ഒരു ബാത്തിങ് ഗട്ട് ആവാം, ചിലപ്പോൾ ഒരു വെല്ലാവാം. ഇപ്പം നമ്മുടെ കാസ്റ്റ് സിസ്റ്റത്തിനെ എലിമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു ഒബ്ജക്റ്റീവാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇത് ഓർത്തിരിക്കുക. ഇവിടാണ് 15 അതാണ് പറയുന്നത്. ഇനി നോക്കിയാൽ 15 എക്സെപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞത്, നമ്മൾ ഫസ്റ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സെയിം ഐഡിയ ആണ്. അതായത് നമ്മൾ പറഞ്ഞ ഐഡിയ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് അല്ല, ക്വാളിഫൈഡ് ആണ്. അതായത് എന്ത് വേണം ഇവിടെ നമുക്ക്? പ്രത്യേകിച്ച് റീസണബിൾ റെസ്ട്രിക്ഷൻസ് വെക്കാൻ ആർക്ക് പറ്റും? ഗവൺമെന്റിന് പറ്റും എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ നോക്കിയാൽ, ഇപ്പോൾ റീസണബിൾ റെസ്ട്രിക്ഷൻ ക്വാളിഫൈഡ് ആണെന്ന് നമ്മൾ പറഞ്ഞത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് നോക്കിയാൽ സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ വിമൻ ആൻഡ് ചിൽഡ്രൻ. അതായത് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞു റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്. സെക്സ് എന്താണ്? ജെൻഡർ ആണ്. റിലീജിയൻ എന്തായിരുന്നു? റിലീജിയൻ. റേസ് അറിയാമല്ലോ, നമ്മുടെ ജനിച്ചു വരുന്ന ഇപ്പം റേസ്, ദ്രാവിഡിയൻ, ആര്യൻ എന്നൊക്കെ പറയില്ലേ, ഇതെല്ലാം റേസിൽ വരും. കാസ്റ്റ് അറിയാമല്ലോ, കാസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ സെക്സ് ഉണ്ട്, ജെൻഡർ ഉണ്ട്, ആൻഡ് പ്ലേസ് ഓഫ് ബർത്ത്, ജനിക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ വിമൻ ആൻഡ് ചിൽഡ്രൻ. അതായത് വിമനും ചിൽഡ്രനും കുറച്ച് ബെനിഫിറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താവാം? ഡിസ്ക്രിമിനേഷൻ ആകാം എന്നാണ് ആര് പറഞ്ഞേക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞേക്കുന്നത്. ഈ 15 തന്നെ പറയുന്ന എക്സെപ്ഷൻ ആണ്. ആൻഡ് സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ അഡ്വാൻസ്മെന്റ് ഓഫ്
any socially and educationally backward class. നമ്മുടെ OBC അല്ലെങ്കിൽ EWS പോലത്തുള്ള കണ്ടീഷൻസ് വരുന്നത് ഇവിടെ നിന്നാണ്. അതായത് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇപ്പോൾ എക്സാമ്പിൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്, ഇവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? സ്പെഷ്യൽ പ്രൊവിഷൻസ് കൊടുക്കാം. സ്പെഷ്യൽ പ്രൊവിഷൻസ് കൊടുക്കാൻ പറ്റും എന്നാണ് ആര് പറഞ്ഞേക്കുന്നത്? ഈ ആർട്ടിക്കിൾ 15 പറഞ്ഞത്. അതായത് ഇവിടെ റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് കൊടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി അതിനകത്ത് ഇപ്പോൾ സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ് റിഗാർഡിംഗ് ദർ അഡ്മിഷൻ ടു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻക്ലൂഡിംഗ് private educational institutions whether aided or unaided by the state except minorities. അതായത് മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും എന്ത് കൊടുക്കാം? എഡ്യൂക്കേഷനും നമുക്ക് എന്ത് കൊടുക്കാം? ഇവരുടെ റിസർവേഷൻ നമുക്ക് ഇതിനെ നമ്മൾ എന്ത് പറയും? റിസർവേഷൻ എന്ന് പറയും. അല്ലെങ്കിൽ ഇതിന് വിളിക്കുന്ന പേരെന്താണ്? അഫർമേറ്റീവ് ആക്ഷൻ. ഇതിൻ്റെ പേരാണ് അഫർമേറ്റീവ് ആക്ഷൻ. അതായത് ഒരു പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ വിളിക്കും. പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. അഫർമേറ്റീവ് ആക്ഷൻ ആണ്. അതായത് എക്സെപ്റ്റ് അൺഎയ്ഡഡ് ബൈ ദ സ്റ്റേറ്റ്, അതായത് എക്സെപ്റ്റ് ദി മൈനോറിറ്റി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതൊഴിച്ച് ബാക്കി എല്ലാ കണ്ടീഷനിലും എഡ്യൂക്കേഷൻ സെക്ടറിലും റിസർവേഷൻ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ നോക്കിക്കേ, നമ്മുടെ EWSും ഇത് തന്നെയല്ലേ പറയുന്നത്? എക്കണോമിക്കലി വീക്കർ സെഷനിലും എന്ത് കൊടുക്കണം? റിസർവേഷൻ കൊടുക്കണം. ഇതെല്ലാം ജനറേറ്റ് ആയിട്ട് വരുന്ന അല്ലെ ക്രിയേറ്റ് ആയിട്ട് വരുന്നത് ഈ റീജിയനിൽ നിന്നാണ്. ഇതെന്ത് ചെയ്യുക? നോക്കി വെച്ചേക്കുക. അതായത് നിങ്ങൾ കാണാൻ പഠിക്കുന്നത് SEBCs അല്ലെ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ് ക്ലാസസിന് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള മെഷേഴ്സ് എവിടെ പറഞ്ഞിട്ടുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 15.